ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فأسأل الله الذي لا إله إلا هو أن يجعل اجتماعنا اجتماعا مرحوما، وأن يتقبل منا برحمته وكرمه، وأن يجمعنا وإياكم والدينا وأحبابنا في الفردوس الأعلى إنه أرحم الراحمين. آمين. نعم. ഷെയ്ഖ് ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഷെയ്ഖ് ഹംദും സലാത്തിനു ശേഷം ദുആ ചെയ്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്തതാണ്. إن أعظم نعمة على الإطلاق نعمة الإسلام، فهي أعظم نعمة على الإطلاق، فبها الدخول إلى دار السلام والفوز برضا الرحمن. قال الله عز وجل: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. فاللهم كما مننت علينا بالإسلام ثبتنا عليه حتى نلقاك يا رب العالمين. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇസ്ലാം എന്നുള്ളതാണ്. അതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ വിജയവും സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കുന്നത് ഈ ഇസ്ലാമിലൂടെ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ദീനാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ അല്ലാഹുവിൻ്റെ തൃപ്തി ഒരാൾക്ക് ലഭിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ ഇസ്ലാം കിട്ടിയേ മതിയാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലായി ജീവിക്കാൻ സാധിക്കുക, മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്തായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം. وهذا الإسلام العظيم نزل من عند الله على رسول الله صلى الله عليه وسلم إسلاما نقيا صافيا من كل شائبة، وهو الإسلام الأول الذي عليه محمد صلى الله عليه وسلم وأصحابه. نعم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയിട്ടുള്ള ഈ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവിധ കലർപ്പിൽ നിന്നും ശുദ്ധമായിട്ടുള്ള സാഫിയായിട്ടുള്ള ദീനാണ്. അതിൽ യാതൊരു കലർപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉണ്ടായിട്ടുള്ള ഏതൊരു ഇസ്ലാം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി നൽകിയിട്ടുള്ള യഥാർത്ഥ ഇസ്ലാം. وقد أخبر الله في كتابه أن من أراد النجاة فليتمسك بالإسلام الأول الذي عليه محمد صلى الله عليه وسلم وأصحابه. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ പറഞ്ഞ കാര്യമാണ്. ആർക്കെങ്കിലും വിജയമാണ് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉണ്ടായ ആ ആദ്യകാലത്തുണ്ടായ ഇസ്ലാം അതിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം ലഭിക്കുക. قال الله تعالى: فإن آمنوا بمثل ما آمنتم به فقد اهتدوا. معنى هذه الآية: إن آمن من بعد الصحابة كما آمن الصحابة فقد اهتدوا، ومن لم يؤمن كما آمن الصحابة فقد ضل، كما بين هذا ابن كثير في كتابه البداية والنهاية. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിദായത്തിൻ്റെ മാർഗത്തിലായി. അഥവാ സ്വഹാബികൾക്ക് ശേഷം വരുന്ന ഓരോരുത്തർക്കും ഹിദായത്തിൻ്റെ മാർഗം ലഭിക്കണമെങ്കിൽ സ്വഹാബികൾ എങ്ങനെയാണ് വിശ്വസിച്ചത് അതേപോലെ ദീൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവർ അതിൻ്റെ വഴികേടിൻ്റെ മാർഗത്തിലേക്ക് എത്തുന്നതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ ബിദായ വൻ നിഹായയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. وقال الله تعالى: ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. فدلت هذه الآية على أن اتباع سبيل الأولين من الصحابة واجب، وأن من لم يتبع هذا فقد ضل، وهذا هو الإسلام الأول. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ
വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ കാര്യം, അവിടുന്ന് വിട്ടേച്ച വ്യക്തമായ കാര്യം അത് ഒഴിവാക്കിക്കൊണ്ട്, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ വഴിയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പാത സ്വീകരിക്കുന്നത്, അവരേത് ഭാഗത്തേക്കാണോ തിരിയുന്നത് ആ ഭാഗത്തേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തിരിക്കുന്നതാണ്. വനുസ്ലിഹി ജഹന്നം വസാഅത് മസീർ, അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അതെത്ര മോശം സങ്കേതമാണെന്നാണ്. അപ്പോൾ ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ വഴി ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉണ്ടായിരുന്ന മാർഗം നമ്മൾ പിൻപറ്റിയേ മതിയാകുകയുള്ളൂ. وقال تعالى: والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار. فقال: والذين اتبعوهم بإحسان، فمن كان على الإسلام الأول الإسلام الصافي كان من الناجين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറയുന്ന കാര്യമാണ്. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന മുഹാജിരീങ്ങളും അൻസാറുകളും പെട്ട ആളുകൾ, അതുപോലെ തന്നെ അവരെ ഇഹ്സാനിൽ തുടർന്നു വന്നിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലക്കാരെ പിൻപറ്റുന്നതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുക. وقال الله تعالى: فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. فالإسلام الأول الإسلام الصافي حكم على الدين كله، فلا دين إلا ما كان عليه الدين الأول. الله سبحانه وتعالى പറഞ്ഞു: فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും നിങ്ങൾ തിരിയേണ്ടതുണ്ട്, അതിലേക്ക് മടക്കേണ്ടതുണ്ട്. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളതും ഏറ്റവും നല്ല വഴിയും അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലക്കാരുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രക്ഷയായിട്ടുള്ളത്. وقال عبد الله بن مسعود: عليكم بالأمر الأول. وقال: عليكم بالإسلام العتيق. الأمر الأول الذي كان عليه النبي صلى الله عليه وسلم وصحابته، والإسلام العتيق الإسلام القديم الذي كان عليه النبي صلى الله عليه وسلم وصحابته الكرام. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അലൈക്കും ബിൽ ഇസ്ലാമിൽ അവ്വൽ അലൈക്കും ബിൽ ഇസ്ലാമിൽ അതീഖ്. നിങ്ങൾ ആദ്യകാലക്കാരുണ്ടായിരുന്ന ആ ഇസ്ലാമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് നമുക്ക് രക്ഷയുടെ മാർഗം. إذا فهم ما تقدم فلا بد للنجاة والفوز برضا الرحمن أن نتبع أصولا ثلاثة. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിന് വേണ്ടി പ്രധാനപ്പെട്ട 3 അടിസ്ഥാനങ്ങൾ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. الأصل الأول كتاب الله والأصل الثاني سنة النبي صلى الله عليه وسلم. نعم. അതിൽ ഒന്നാമത്തെ അടിസ്ഥാനം അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, സുന്നത്താണ്. والأصل الثالث أن نفهم الكتاب والسنة بفهم الصحابة والتابعين لهم بإحسان. മൂന്നാമത്തെ അടിസ്ഥാനം ഈ ഖുർആനും സുന്നത്തും നമ്മുടെ ആദ്യകാലക്കാരായ സലഫു സാലിഹീങ്ങളുടെ മനസ്സിലാക്കൽ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. وقد تقدمت الأدلة على وجوب اتباع سبيل المؤمنين، فما فهمه الصحابة من الكتاب والسنة لا يجوز أن نخرج عن فهمهم إلى فهم غيرهم. നേരത്തെ പറഞ്ഞ തെളിവുകളിൽ നമുക്ക് മനസ്സിലായി സ്വഹാബികളെ പിൻപറ്റുക എന്നുള്ളത് വാജിബായ നിർബന്ധമായ കാര്യമാണ്. സ്വഹാബികൾ എങ്ങനെയാണോ തെളിവുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയിട്ടുള്ളത്, അതുപോലെ നമ്മൾ മനസ്സിലാക്കുകയും പിൻപറ്റുകയും വേണ്ടതുണ്ട്. وروى الآجري عن الأوزاعي أنه قال: عليكم بآثار من سلف وإن رفضكم الناس وإياكم آراء الرجال وإن زخرفوه لكم بالقول. ഇമാം ആജൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ മുൻഗാമികളായ ആളുകളുടെ ആസാറുകൾ അവർ വിട്ടേച്ചത് നിങ്ങൾ അതുപോലെ തന്നെ പിൻപറ്റുക. ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ
നിങ്ങൾക്ക് ഭംഗിയുള്ള കാര്യങ്ങളാക്കി തോന്നിപ്പിച്ചാലും നിങ്ങൾ സലഫുകളുടെ കാര്യത്തിൽ തന്നെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. وقال الإمام أحمد في كتابه أصول السنة: السنة عندنا ما كان عليه أصحاب محمد صلى الله عليه وسلم. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉസൂൽ സുന്നയിൽ പറഞ്ഞു, അസ്സുന്നത്തു ഇൻദന മാ കാന അലൈഹി അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ മാർഗമാണ്. അവർ ഏതൊരു കാര്യത്തിലാണോ ഉണ്ടായിരുന്നത് അത് പിൻപറ്റുക എന്നുള്ളതാണ്. ومراده بالسنة هنا الإسلام الأول الخالص من البدع. ഇവിടെ സുന്നത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യകാലത്തുള്ള ഇസ്ലാമാണ്, അഥവാ ബിദ്അത്തുകളിൽ നിന്ന് മുക്തമായിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമാണ് സുന്നത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ. وقال ابن تيمية في كتابه اقتضاء الصراط المستقيم: إنما المتبع في إثبات أحكام الله كتاب الله وسنة النبي صلى الله عليه وسلم وسبيل السابقين أو الأولين. لا يجوز إثبات نص شرعي دون هذه الأصول الثلاثة، لا نصا ولا استنباطا بحال. انتهى كلامه رحمه الله. മഹാൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഖ്തിലാസ് സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ, അഥവാ ഖുർആനും സുന്നത്തും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ പിൻപറ്റുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകുക എന്നുള്ളത് പാടില്ലാത്തതായ കാര്യമാണ്. فلا بد من كتاب وسنة على فهم الأولين السابقين. ഖുർആനും സുന്നത്തും ആദ്യകാലക്കാർ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമായ അനിവാര്യമായ കാര്യമാണ്. كثير من المنتسبين للإسلام يقولون بالكتاب والسنة لكنهم في الفهم لا يلتزمون فهم الأولين السابقين، وهذه هي المشكلة الكبرى. ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ധാരാളം ആളുകൾ ഞങ്ങൾ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നവരാണെന്ന് പറയുന്നവരാണ്. പക്ഷേ ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ള കാര്യത്തിൽ അവർ അത് പിൻപറ്റുന്നില്ല. അത് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണത്. وأعظم صفة للفرقة الناجية والطائفة المنصورة اللهم اجعلنا منهم يا رب العالمين. ഫിർഖത്തു നാജി അഥവാ രക്ഷപ്പെട്ട മാർഗം, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് ഉറപ്പു നൽകിയ മാർഗം, അവരുടെ ഏറ്റവും വലിയ സിഫത്ത് അവർ ഈ പറഞ്ഞ രൂപത്തിൽ ഖുർആനും സുന്നത്തും സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. أنهم يفهمون الكتاب والسنة بفهم السلف الماضين. അവർ ഖുർആനും സുന്നത്തും ആദ്യകാലക്കാർ മനസ്സിലാക്കിയതുപോലെയാണ് അവർ മനസ്സിലാക്കുന്നത്. روى البخاري ومسلم عن المغيرة بن شعبة ومعاوية بن أبي سفيان رضي الله عنهم أن النبي صلى الله عليه وسلم قال: لا تزال طائفة من أمتي على الحق ظاهرين لا يضرهم من خالفهم ولا من خذلهم حتى يأتي أمر الله وهم على ذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർ സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കും. ഉള്ളിൽ നിന്നുള്ളവർക്കോ പുറത്തു നിന്നുള്ളവർക്കോ അവരെ യാതൊരു തരത്തിലുള്ള ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ومن خالف السلف الماضين من المسلمين فهم متوعد من نار. ആരെങ്കിലും ഈ പറയുന്ന കാര്യത്തിൽ നിന്നും എതിരായിട്ടുണ്ടെങ്കിൽ അവർക്ക് നരകം അത് താക്കീത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. فقد روى عن النبي صلى الله عليه وسلم 16 صحابيا أنه قال بكلام يؤكد بعضه بعضا، قال: ستفترق أمتي على 73 فرقة كلها في النار إلا فرقة واحدة وهي الجماعة اللهم اجعلنا منهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 16ഓളം സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ഉമ്മത്ത് ഇങ്ങനെ 73 കക്ഷികളായി പിരിയുമെന്നും അതിലൊരു വിഭാഗം മാത്രമാണ് രക്ഷപ്പെടുക എന്നുള്ളതും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. فقد رواه معاوية بن أبي سفيان عند أبي داود وأحمد، ورواه أبو هريرة، ورواه الترمذي عن أبي هريرة رضي الله عنه، ورواه غيرهم. جزاك الله خير.
نعم. أعيد شيء. أعيد. نعم. فقد رواه أحمد وأبو داود عن معاوية ابن أبي سفيان والترمذي عن أبي هريرة رضي الله عنه ورواه غيرهم عن رسول الله صلى الله عليه وسلم. ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. أشغلوك نعم. وهذه الأحاديث متواترة عن رسول الله صلى الله عليه وسلم. قال شيخ الإسلام ابن تيمية في كتاب الاقتضاء: وهذا الحديث متواتر عن رسول الله صلى الله عليه وسلم وهو حديث لا تزال طائفة من أمتي. നേരത്തെ പറഞ്ഞ ഹദീസാണ് ഉദ്ദേശിച്ചത്. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി എന്ന് പറയുന്ന, അതായത് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഹദീസ് അതാണ് പറഞ്ഞത്. അത് മുതവാത്തിറായി ഉദ്ധരിക്കപ്പെട്ടതാണ്, അഥവാ അതിൻ്റെ സ്വീകാര്യതയിൽ യാതൊരു സംശയവും ഇല്ലാത്ത അങ്ങനെയുള്ള ഹദീസാണ്. فاجعل أكبر هدف لك في دينك فاجعل أكبر هدف لك في دينك أن تكون على ما عليه الرعيل الأول كتاب السنة بفهم السلف. നിങ്ങളുടെ ദീനിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി നിങ്ങൾ കാണേണ്ടത് ഈ ഒരു കാര്യമാണ്. കിതാബും സുന്നത്തും അത് ഫഹ്മു സലഫ് അനുസരിച്ച്, മുൻഗാമികൾ മനസ്സിലാക്കിയതനുസരിച്ച് നിങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യമായി നിങ്ങൾ കാണേണ്ട കാര്യം. تأمل في الحديث: ستفترق أمتي أي المسلمون على 73 فرقة وكل هؤلاء في النار أي مستحقون للنار إلا فرقة واحدة نسأل الله النجاة. നിങ്ങൾ ഹദീസിനെ കുറിച്ച് ചിന്തിക്കുക. മുസ്ലിം ഉമ്മത്ത് 73 കക്ഷികളായി പോകുമ്പോൾ അതിലെല്ലാവരും നരകത്തിലാണെന്നാണ് പറഞ്ഞത്. നരകത്തിലേക്ക് പോകാൻ അർഹരായിട്ടുള്ള ആളുകളാണ്. അപ്പം അതിന് ഒരു വിഭാഗം മാത്രമാണ് ഇത് രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. فإذا كان كذلك فكن حريصا على التمسك بالسنة كما أمرك النبي صلى الله عليه وسلم. കാര്യം അങ്ങനെയാണെങ്കിൽ സുന്നത്ത് മുറുകപ്പെടുക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അതീവ തൽപരരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. والسنة هي الإسلام الأول الإسلام الصافي. സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യകാല ഇസ്ലാമാണ്. യാതൊരു തരത്തിലും ബിദ്അത്തിൽ നിന്നും ഇല്ലാത്ത മുക്തമായിട്ടുള്ള ശുദ്ധമായ ഇസ്ലാമിനാണ് അസ്സുന്ന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. روى الخمسة إلا النسائي عن العرباض بن سارية رضي الله عنه أن النبي صلى الله عليه وسلم قال: إنه من يعش منكم، يخاطب الصحابة، إنه من يعش منكم فسيرى اختلافا كثيرا. هذا الداء، هذا المرض، العلاج، الدواء. قال: فعليكم بسنتي وسنة الخلفاء الراشدين المهديين من بعدي، عضوا عليها بالنواجذ. النواجذ مؤخرة الأسنان. قال ابن رجب: فيه إشارة إلى قوة العض لكثرة المخالفين. وإياكم ومحدثات الأمور فإن كل محدثة بدعة. نعم. ഇർബാദ് ബിൻ സാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്: ഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന സ്വഹാബികളെ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന ഉപദേശം: അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ സുന്നത്തും സച്ചരിതരായ സന്മാർഗികളായ എൻ്റെ ഖുലഫാക്കളുടെ സ്വഹാബികളുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. وسبيل الثبات ومعرفة السنة ما يلي. ഈ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ആ സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ, ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നവയാണ്. الأمر الأول العلم. ഒന്നാമത്തെ കാര്യം അറിവ് നേടുക എന്നുള്ളതാണ്. فإن العلم نور وهداية. കാരണം ഇൽമ് എന്ന് പറയുന്നത് അത് പ്രകാശമാണ്, സന്മാർഗമാണ്. وهو الوحي. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹിയാണ്. أتدري أن هذا الوحي العظيم هو العلم؟ ഇൽമ് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഹത്തരമായ വഹിയായിട്ടുള്ള കാര്യം മാത്രമാണ്. قال الله عز وجل: ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ വഹിയിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരിക്കും. والعلم علامة الخيرية. ഇൽമ് എന്നത് അത് നന്മയുടെ അടയാളമാണ്.
روى البخاري ومسلم عن معاوية بن أبي سفيان أن النبي صلى الله عليه وسلم قال: من يرد الله به خيرا يفقهه في الدين. മുആവിയ റളിയല്ലാഹു അൻഹു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അവൻ അവഗാഹം നൽകുന്നതായിരിക്കും. ولأهل العلم المنزلة العالية. പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമാണ് ദീനുൽ ഇസ്ലാമിലുള്ളത്. فإذا دخل أهل الجنة الجنة رفعوا أبصارهم في السماء فإذا هناك أقوام كالنجوم. يا لله من هؤلاء؟ إنهم العلماء اللهم اجعلنا منهم يا رب العالمين. സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആകാശത്തിലേക്ക് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ അത് ഒരുപാട് ആളുകൾ നിൽക്കുന്നു. ആരാണ് ആ ആളുകൾ? അത് പണ്ഡിതന്മാരാണ് ഈ ഉമ്മത്തിലുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മളെ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. قال الله تعالى: يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നുള്ള വിശ്വസിച്ചവരെയും ഇൽമ നൽകപ്പെട്ട ആളുകളെയും ഉയർത്തുന്നതായിരിക്കും, പദവികളിൽ ഉയർത്തുന്നതായിരിക്കും. وقال الله عز وجل: قل هل يستوي الذين يعلمون والذين لا يعلمون. قال ابن رجب: غاير بين الذين يعلمون والذين لا يعلمون كما غاير بين أصحاب الجنة وأصحاب النار. قال: لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും വേർതിരിച്ചത് സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും വേർതിരിച്ചതുപോലെയാണ്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗക്കാരും നരകക്കാരും സമമാകുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരുടെയും വേർതിരിവ് എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ വിശദീകരിച്ചത്. وقد بسط ابن القيم الأدلة في فضل العلم في كتاب مفتاح دار السعادة حتى ذكر ما يقرب من 50 أو 100 دليل في ذلك. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരി സആദയിൽ ഇൽമിൻ്റെ ഫضല് ഉദ്ധരിച്ചുകൊണ്ട് 150ഓളം കാര്യങ്ങൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. وألف كتابا خاصا في فضل العلم ذكر فيه ما يقرب من 200 دليل. ഇൽമിൻ്റെ ഫضല് മാത്രം പരാമർശിച്ചിട്ടുണ്ട്, കിതാബ് രചിച്ചിട്ടുണ്ട്. അതിൽ 200ഓളം ഇൽമിൻ്റെ ഫضല് അറിയിക്കുന്ന തെളിവുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. أشار إليه في كتابه طريق هجرتين. അദ്ദേഹം ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട സൂചന നൽകിയിട്ടുണ്ട്. فأسأل الله أن يرزقنا جميعا العلم النافع والعمل الصالح. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഇൽമും സൽക്കർമ്മങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ويتعلق بالعلم بطلب العلم تنبيهات. التنبيه الأول: ഈ ദീൻ പഠന തൊലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് ദീനി വിജ്ഞാനം തേടുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണർത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ليس العلم بالتحلي ولا بالتمني. ഇൽം എന്ന് പറയുന്നത് കേവലം നമ്മളിങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല. والأماني كما قيل رأس مال المفاليس. എല്ലാം പോയ ആളുകളുടെ റഅസുൽ മാലാണ് അമാനി എന്ന് പറയുന്നത്. എല്ലാം പാപ്പരായിട്ടുള്ള ആളുകളുടെ ക്യാപിറ്റലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ മാത്രം വെച്ച് പുലർത്തുക, അതിന് പണിയെടുക്കാതിരിക്കുക എന്നുള്ളത്. والشيطان حريص على أن يفتن الناس بالأماني. പിശാച് ആളുകൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ മാത്രം നൽകിക്കൊണ്ട് പിശാച് ആളുകൾ കുഴപ്പത്തിലാക്കുന്നതായിരിക്കും. قال الله عز وجل: يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഈദുഹും വയുമന്നീഹിം വമാ യഈദു ശൈത്താനു ഇല്ലാ ഗുറൂറ. പിശാച് അവരെ ഈ പറയുന്ന ആഗ്രഹങ്ങൾ ഇങ്ങനെ നൽകുന്നുണ്ട്. അത് പിശാച് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നൽകുന്നത് അത് വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. وإنما العلم يحتاج إلى جد واجتهاد. തീർച്ചയായും ഇൽം എന്ന് പറയുന്നത് ദീൻ വിജ്ഞാനം നേടുക എന്ന് പറയുന്നതിന് നല്ല പരിശ്രമം, കഠിന പരിശ്രമം അതിനാവശ്യമുണ്ട്. وإلى مثابرة ومسابقة. നന്നായി പരിശ്രമിക്കുകയും ശ്രമിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി മത്സരിക്കുകയും ഒരാൾ ചെയ്യേണ്ടതുണ്ട്. وإلى حفظ. അതുപോലെ അത് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. بل هو آيات بينات في صدور الذين أوتوا العلم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ആയാത്തും ബയ്യിനാത്താണ്, ജനങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അത് തെളിവുകളാണ്. അപ്പോൾ ഇൽം എന്ന് പറയുന്നത് ഹിഫ്ളാക്കേണ്ടതുണ്ട്. ويحتاج إلى فهم. അതുപോലെ അത് കൃത്യമായി മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. قال ففهمناها سليمان. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഫഹംനാഹ സുലൈമാൻ, സുലൈമാന് ഞാനത് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. والعلم في هذا الزمن سهل للغاية. ഈ കാലഘട്ടത്തിൽ ഇൽം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ എളുപ്പമുള്ളൊരു കാര്യമാണ്. فإنه من رحمة الله كلما ضعفت الهمم
سهل الله العلم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ റഹ്മത്താണ്, കാരുണ്യമാണ്. ആളുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള തേട്ടങ്ങളും പരിശ്രമങ്ങളൊക്കെ കുറഞ്ഞു പോയപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങൾ, അള്ളാഹു ഇൽമിൻ്റെ മാർഗ്ഗങ്ങൾ അത് എളുപ്പമാക്കി നൽകി എന്നുള്ളത്. والعلم له طريق. ഇൽമിന് അതിൻ്റേതായ വഴിയുണ്ട്. له محفوظات محدودة ومفهومات معدودة. അതിൽ മനഃപ്പാഠമാക്കേണ്ടതും അതുപോലെ പഠിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി അത് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ومن تعلم اللغة العربية وعرفها أظن لا يحتاج في أن يتميز في العلم إلا ثنيات. ആരെങ്കിലും അറബി ഭാഷ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കുക എന്നുള്ളത് അത് വളരെ എളുപ്പമായി മാറുന്നതായിരിക്കും, അത് അടുത്തായിരിക്കുന്നത്. كم بذلنا من الوقت والجهد والحفظ والفهم في تعلم علوم الدنيا من الطب والهندسة وغير ذلك. നമ്മൾ ദുനിയാവിൻ്റെ വിജ്ഞാനങ്ങൾ പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും എത്ര പരിശ്രമങ്ങളും സമയങ്ങളും ഒക്കെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. العلم لا يحتاج إلى كثير بل هو ميسر. ഇൽമിന് യഥാർത്ഥ ദീനി വിജ്ഞാനത്തിന് അത്രയൊന്നും ആവശ്യമില്ല, പക്ഷെ അത് എളുപ്പമുള്ള കാര്യമാണ്. ولقد يسرنا القرآن للذكر فهل من مدكر. അല്ലാഹു തആല പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, തീർച്ചയായും ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എളുപ്പമാക്കി നൽകിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, അത് ശരിക്കും ഉച്ചാലോചിച്ച് പഠിക്കാൻ ആരാണുള്ളത് എന്നാണ് അല്ലാഹു തആല ചോദിച്ചത്. فتعلموا اللغة العربية. അതുകൊണ്ട് നിങ്ങൾ അറബി ഭാഷ പഠിക്കുക. فهي مفتاح العلوم. അത് വിജ്ഞാനത്തിൻ്റെ താക്കോലാണ്. ثم احفظوا القرآن. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുക. واحفظوا العلوم الأخرى ككتاب التوحيد لشيخ الإسلام محمد عبد الوهاب. അതുപോലെ കിതാബ് തൗഹീദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. والعقيدة الواسطية لشيخ الإسلام ابن تيمية. അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഖീദത്തുൽ വാസിത്തിയ മനഃപ്പാഠമാക്കേണ്ട കാര്യമാണ്. فهذان الكتابان مهمان للغاية. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് ഇത് രണ്ടും. لا بد أن يحفظا. നിങ്ങൾ അനിവാര്യമായും അത് മനഃപ്പാഠമാക്കണം. وأن يتفهما. അത് ശരിക്ക് പഠിച്ച് ഗ്രഹിക്കുകയും വേണം. فهما سهلان. അത് രണ്ടും എളുപ്പമുള്ള ഗ്രന്ഥങ്ങളാണ്. وهناك من شرحها كثيرون من العلماء الموثوقين. വിശ്വസ്തരായ ഒരുപാട് പണ്ഡിതന്മാർ ഇതിന് നല്ല വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. فاسمعوا إلى شروحهم. അതുപോലെ അവരുടെ വിശദീകരണങ്ങൾ കേൾക്കുക. وهناك شروح ترجمت بلغات عدة. അത് പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. فكرر سماعها. അത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. وراجع ذلك. എപ്പോഴും അത് മുറാജ ചെയ്യുക, ഒന്നുകൂടി കേൾക്കുക. فإنها مفتاح علم التوحيد والاعتقاد. അത് തൗഹീദിന്റെയും അഖീദയുടെയും താക്കോലാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ. التنبيه الثاني. രണ്ടാമത്തെ കാര്യം, അതായത് ഇൽമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. التنبيه الثاني العلم ليس تشريفا وإنما تكليف. ഇൽമെന്നത് നമ്മളൊരു വലിയൊരു സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളൊരു ഷറഫ് അങ്ങനെ ആക്കുക എന്നുള്ളതല്ല, നമ്മൾ മറിച്ച് അതൊരു പ്രയാസം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. وانتبه إلى هذا إنه وأيم الله تكليف. അള്ളാഹുവാണ് ഇത് യഥാർത്ഥത്തിൽ പ്രയാസമുള്ള ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. وأمانة عظيمة على ظهور أهل العلم. അത് പണ്ഡിതന്മാരുടെ മുതുകിലുള്ള വലിയ അമാനത്താണത്. قال الله عز وجل إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها الآية. قال ابن كثير في تفسيره والأمانة الدين وأعظم الدين العلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഈ ഉത്തരവാദിത്തങ്ങൾ ആകാശഭൂമികൾക്ക് നൽകി, പക്ഷെ അവരൊന്നും അത് ഏറ്റെടുത്തില്ല, മനുഷ്യരാണത് ഏറ്റെടുത്തത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു ഇത് ഇൽമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. وقال الله عز وجل وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون. أعوذ بالله. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിനോട് ഈ കൃത്യമായ അവരോട് കരാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ആ കരാറുകൾ പാലിച്ചില്ല. അവരുടെ പുറകിലേക്ക് ഈ ദീനിനെ വലിച്ചെറിയുകയും തുച്ഛമായ വിലക്ക് ആ ദീന് വിറ്റുകളയുമായി ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. فهو ميثاق عظيم. അത് ബലവത്തായിട്ടുള്ള ഒരു മീസാക്കാണത്. فمن تعلم فيجب عليه أن يعمل بالعلم لا سيما الواجب منه. ആരെങ്കിലും ആ ഇൽമു പഠിച്ചാൽ അവൻ്റെ അനിവാര്യമായ കാര്യമാണ് അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും അതിൽ വാജിബായ കാര്യങ്ങൾ. وهو أحرى أن يعمل بالمستحب. അതാണ് സുന്നത്തായ കാര്യങ്ങളെക്കാളും അവൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. لأنه القدوة. നമ്മളത് അതിൻ്റെ മാതൃകയാകുന്ന ആളുകളാണ് ഇൽമിൻ്റെ വാഹകർ. من تعلم فيجب عليه أن ينكر المنكر على قدر استطاعته.
ഇൽമ പഠിക്കുന്ന ആളുകൾ തെറ്റുകൾ കണ്ടാൽ അതിനെ സാധിക്കുന്നത് പോലെ എതിർക്കാൻ അവൻ പരിശ്രമിക്കണം. لأنه عن طريق العلم يعرف المنكر ويعرف المعروف. കാരണം ഇൽമിന്റെ വഴിയിലൂടെ അവന് സത്യവും തെറ്റും ശരിയുമല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തെറ്റ് കണ്ടാൽ അവൻ എതിർക്കണം. وأعظم المنكر الشرك والبدع وغير ذلك. ഏറ്റവും വലിയ മുൻകറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഷിർക്കാണ്, പിന്നീട് ബിദ്അത്തുകളാണ്. അപ്പോൾ അതിനെ എതിർക്കുന്നവരായിരിക്കണം അഹ്ലുൽ ഇൽം. ومن تعلم فليجتهد في تعليم الناس. അതുപോലെ ദീൻ പഠിച്ച ആളുകൾ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. بكل طريقة شرعية ممكنة. അവൻ സാധിക്കുന്നതായ എല്ലാവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ അവൻ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ثبت عند الدارمي عن عبد الله بن عباس أنه قال معلم الناس الخير يستغفر له كل شيء حتى الحيتان في البحر. ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് എല്ലാവരും ഇസ്തിഗ്ഫാർ ചെയ്യും, എത്രത്തോളം നദികളിലുള്ള ചെറു മത്സ്യങ്ങൾ വരെ. وروى أبو عثمان الصابوني عن الزهري أنه قال تعليم سنة خير من عبادة 200 سنة. الله أكبر. الزهري نعم. ഇമാം സുഹരി റഹിമഹുല്ലാ പറഞ്ഞു, ഒരാൾ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. 200 വർഷത്തേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. من تعلم فيجب عليه أن يرد على المخالفين إذا كان مستطيعا وإذا لم يقم بالواجب غيره. ദീൻ പഠിച്ച ആളുകൾക്ക് ഈ ദീനിനോട് എതിരായിട്ടുള്ള ബിദ്അത്തുകാർക്കെതിരെ മറുപടികൾ നൽകുക, അവൻ സാധിക്കുന്നവനാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. وإذا قام به غيره فليسابق في هذا الميدان. ഇനി അവനല്ലാതെ മറ്റുള്ള ആളുകളും ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവരോട് നിനക്ക് നല്ല നിലക്ക് മത്സരിച്ചുകൊണ്ട് നീയും അതിനും അത്തരം മറുപടികളിൽ മുന്നേറണം. لعظيم أجره وكثير ثوابه. കാരണം അതിന് മഹത്തരമായ പ്രതിഫലം, ധാരാളമായ പ്രതിഫലം അതിനുണ്ട്. وفي الرد على المخالف من المشركين وأهل البدع والضلالة فوائد عظيمة. കാരണം ഇത്തരം ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ആളുകൾക്കൊക്കെ മറുപടികൾ പറയുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. فيها تقوية أهل السنة. അതിൽ സുന്നത്തിൽ നേരത്തെ ഉള്ള ആളുകൾക്ക് അതിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന കാര്യമാണ്. وفيه تثبيت أهل السنة. സുന്നത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഈമാനിൽ കരുത്തും അതുപോലെ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യാൻ സാധിക്കും. وفيه إضعاف أهل البدعة. ബിദ്അത്തുകാരെ ദുർബലമാക്കാൻ അതുകൊണ്ട് സാധിക്കും. وقد كتب أسد بن موسى إلى أسد بن الفرات رسالة عظيمة في هذا. إلى أسد موسى إلى أسد الفرات. അസദുൽ ഫുറാത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. رواها بإسنادها وذكرها ابن وضاح في كتابه البدع. ഇബ്നു വദ്ദാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ബിദ്അ എന്ന് പറയുന്ന ബിദ്അയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. فحبذ أن تقرأ هذه الرسالة فهي صغيرة للغاية. അത് ചെറിയ കിതാബാണ്, അത് നിങ്ങൾ വായിക്കാൻ ഷെയ്ഖ് നസീഹത്ത് ചെയ്യാണ്. الأمر الثاني، انتهينا من الأمر الأول العلم أسباب الثبات. أيوه. الآن قل الثاني من أسباب الثبات. ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു വന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഇനി രണ്ടാമത്തെ കാര്യമാണ് جالس أهل الحق، جالس أهل الحق والهدى واجعلهم أصحابا لك. എപ്പോഴും സത്യത്തിന്റെ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കുക, അതാണ് ചെയ്യേണ്ടത്. قال الله عز وجل لمحمد صلى الله عليه وسلم واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് രാവും പകലും ഇരിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ومجالسة الطيبين من أهل السنة سبب عظيم لتقوية الإيمان. അഹ്ലുസുന്നത്തിൽപ്പെട്ട നല്ല ആളുകളോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിന് കരുത്തു പകരാൻ വലിയ സഹായകമാകുന്ന കാര്യമാണ്. والسبب عظيم للثبات على السنة. ദീനിൽ അടിയുറച്ചു നിൽക്കാനുമുള്ള വലിയൊരു കാരണമാണ് നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ومن جالس غيرهم من أهل البدع بقصد المجالسة. ബിദ്അത്തുകാരോടൊപ്പം അവരോടൊപ്പം ഇരിക്കുക എന്നുള്ള നിയത്തിൽ ആരെങ്കിലും ഇരുന്നാൽ فإنه يضعف في دينه. അവന്റെ ദീനിൽ ദൗർബല്യം ഉണ്ടാകുന്നതായിരിക്കും. ويضعف في سنته. അവന്റെ സുന്നത്തിലും അവന്റെ ദൗർബല്യം ഉണ്ടായിരിക്കും. ويضعف في حماسته. അവന്റെ താല്പര്യത്തിനുമൊക്കെ അവന് ദൗർബല്യം ഉണ്ടാകും. لذا نهى السلف عن مجالستهم. അതുകൊണ്ടാണ് മുൻഗാമികൾ ബിദ്അത്തുകാരോടൊപ്പം ഇരിക്കുന്നതിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുള്ളത്. روى البخاري ومسلم عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال في الذين يتبعون المتشابه منه قال أولئك الذين سمى الله فاحذروهم. قال أولئك الذين سمى الله فاحذروهم، أي ليس اتركوهم فحسب
بل اتركوهم مع البعد والحذر. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തശാബിഹുകളായ, അതായത് വ്യക്തമായ തെളിവുള്ള കാര്യം മാറ്റി നിർത്തിയിട്ട് രണ്ടിനും വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളെ പിൻപറ്റുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അവരെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്, അവരെ അകറ്റി നിർത്താനാണ് പറഞ്ഞിട്ടുള്ളത്. وهذا سبب نعم آسف وهذا سبب عظيم للثبات على الإسلام الصافي. ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ബിദ്അത്തുകാരെ അകറ്റി നിർത്തുക എന്നുള്ളത്. سبب عظيم للثبات على الإسلام العتيق الأول. ആദ്യ ഇസ്ലാമിൽ, അതായത് യഥാർത്ഥ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗമാണത്. قال الإمام أحمد قال ابن مسعود المرء بخدنه أي بصاحبه. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മർഉ ബിഖദനിഹി, അതായത് ഒരാൾ അവൻ്റെ കൂട്ടുകാരനോടൊപ്പമാണ് ഉണ്ടാവുക. وقال السلف كابن المبارك والأوزاعي, ഇബ്നു മുബാറക്കിനെ ഔസാഇ റഹിമഹുല്ലാഹ് പോലുള്ള ആളുകൾ പറഞ്ഞു, من أخفى علينا بدعته لم تخفى علينا ألفته. ആരെങ്കിലും അവൻ്റെ ബിദ്അത്തുകൾ മറച്ചു വെച്ചാലും അവൻ്റെ കൂട്ടുകെട്ടത് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അതിലൂടെ നമുക്ക് അവൻ ബിദ്അത്തുകാരോടൊപ്പം ഇരുന്നാൽ അവൻ്റെ ബിദ്അത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. وقال ابن بطة في الإبانة الكبرى تأملت سبب ضلال أقوام بعد أن اهتدوا. ഇബ്നു ബത്ത അദ്ദേഹത്തിൻ്റെ ഇബാനത്തുൽ കുബറയിൽ പറയുന്നു, അതായത് ലലാലത്തിലായിപ്പോയ, വഴിതെറ്റിപ്പോയ ആളുകളുടെ കാരണങ്ങൾ ഞാൻ നോക്കി. അത് രണ്ട് കാരണങ്ങളാണ്. فرأيت يرجع إلى أمرين. അത് രണ്ട് കാരണങ്ങൾ, അത് ഹിദായത്തിലായതിനു ശേഷം അവർ വഴികേടിലായി പോകാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. الأمر الأول مجالسة أهل الضلالة والبدع. അതിൽ ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് ബിദ്അത്തിൻ്റെയും ലലാലത്തിൻ്റെ വഴികേടിൻ്റെയും ആളുകളോടൊപ്പം പോയി ഇരിക്കുക എന്നുള്ളതാണ്. وقال الأوزاعي في رجل يجالس أهل السنة وأهل البدعة قال هذا يريد أن يسوي بين الحق والباطل. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരാൾ സുന്നത്തിൻ്റെ ആളുകളുടെയും കാണുന്നുണ്ട്, ബിദ്അത്തുകാരുടെയും കാണുന്നുണ്ട്. അവൻ ഹക്കും ബാത്തിലും അതിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, ഒരുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. وروى أبو يعلى في طبقات على الإمام أحمد أنه قال لا تجالسوا أهل الكلام يعني أهل البدع وإن ذبوا عن السنة. അബൂ യഅല അദ്ദേഹം തബഖാത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അഹ്ലുൽ കലാമിൻ്റെ ഓടൊപ്പം ഇരിക്കാൻ പാടില്ല, അഥവാ ബിദ്അത്തിൻ്റെ ആളുകളോടൊപ്പം ഇരിക്കാൻ പാടില്ല. അവർ സുന്നത്തിനെ ചില കാര്യങ്ങളിലൊക്കെ അതിനുവേണ്ടി എതിർക്കുകയും സുന്നത്തിന് വേണ്ടി ചെറുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അവരോടൊപ്പം നിങ്ങൾ ഒരിക്കലും പോയി ഇരിക്കാൻ പാടില്ല. أرأيتم شدة السلف؟ സലഫുകൾക്ക് ഈ വിഷയത്തിൽ എത്രമാത്രം അവർ കണിശത കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? فاحذر أن تجالسهم إلا إذا كانوا راغبين الهداية فتجالسهم لتدعوهم إلى الله. അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനല്ലാതെ ഒരിക്കലും അത്തരത്തിലുള്ള ബിദ്അത്തുകാരോടൊപ്പം അവർ ഇരിക്കാറില്ല. അവർ താക്കീത് ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ أما من كان معاندا فأعرض عنه. അഥവാ ഇത് സ്വീകരിക്കാത്ത ആളുകളാണെങ്കിൽ അവരോടൊപ്പം ഒരിക്കലും പോയി അവരെ അത് ക്ഷണിക്കുകയില്ല, അവരിൽ നിന്ന് അകന്ന് മാറുകയാണ് ചെയ്യുക. الأمر الثالث من أسباب الثبات ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള മൂന്നാമത്തെ കാര്യം الحذر من تتبع المتشابهات. ഈ മുത്തശാബിഹായിട്ട്, അതായത് വ്യക്തമല്ലാത്തതായ കാര്യങ്ങളെ പിൻപറ്റുക എന്നുള്ളതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. الحذر من الاستماع إلى المناظرات. സംവാദങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അതിൽ നിന്നും വിട്ടുനിൽക്കണം. فإن في المناظرات شبهات. കാരണം ഇത്തരം സംവാദങ്ങളിൽ ഒരുപാട് സന്ദേഹങ്ങൾ അതിൽ വരുന്നതായിരിക്കും. احذر من السماع لأهل البدع وإن زخرفوا أقوالهم. ബിദ്അത്തുകാർ അവർ എത്ര മനോഹരമായി അവർ സംസാരിക്കുകയൊക്കെ ചെയ്താലും അത് കേൾക്കുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. فمن استمع إليهم أوكله الله إلى نفسه. ആരെങ്കിലും അവരിലേക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റെടുക്കുകയില്ല, സ്വന്തത്തിലേക്ക് അള്ളാഹു അവനെ ഏൽപ്പിക്കും. واكتفي بالسماع لأهل السنة. അതുകൊണ്ട് അഹ്ലുസുന്നത്തിൻ്റെ ആളുകളുടെ മാത്രം കേൾക്കാൻ നിങ്ങൾ മതിയാക്കണം. الأمر الرابع നാലാമത്തെ കാര്യം, إذا حصل لك إشكال أو شبهة فافزع إلى أهل العلم وأعرض عليهم إشكالك. നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ മറ്റോ ഉണ്ടായാൽ നിങ്ങൾ അറിവുള്ള ആളുകളിലേക്ക് പോയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അത് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടായ സംശയങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെയാണ്. قال الله عز وجل فاسألوا أهل الذكر إن كنتم لا تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. وهكذا فعل السلف. സലഫുകൾ അങ്ങനെയാണ് ചെയ്തത്. فقد روى الدارمي أن أبا موسى الأشعري رأى تجمعا في المسجد أشكل عليه. ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും, അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ പോയപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരു ഇഷ്കാലുണ്ടായി.
فانتظر ولم ينكر. അദ്ദേഹം കാത്തു നിന്നു, ഉടനെ എതിർത്തിട്ടില്ല. وذهب إلى عبد الله بن مسعود يسأله. എന്നിട്ട് അദ്ദേഹം സ്വഹാബിയായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. مع أن أبا موسى عالم كبير. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, വലിയ പണ്ഡിതനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെക്കാളും വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായപ്പോൾ അദ്ദേഹം പോയത്. لكن أيضا لما أشكل عليه سأل من هو أعلم منه. അതേപോലെ അദ്ദേഹത്തിന് ഇഷ്കാൽ ഉണ്ടായപ്പോൾ അതിനേക്കാളും അറിവുള്ള ആളുകളിലേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളത് ശ്രദ്ധിക്കണം. وبهذا ننتهي. أسأل الله أن يعلمني وإياكم العلم النافع والعمل الصالح. ഇവിടെ ശൈഖ് നിർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഇൽമും അമൽ സാലിഹും നൽകുമാറാകട്ടെ. وأسأل الله أن يجعلنا ممن يستمع القول فيتبع أحسنه. അള്ളാഹു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. وأسأل الله أن يجعل هذه الكلمة حجة لي ولكم ولصاحب الدار. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരം അത് നമുക്കും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കും ഈ വീട്ടിന്റെ ഉടമക്കും എല്ലാം അവർക്ക് തെളിവാകുന്ന രൂപത്തിൽ, അവർക്ക് ഹുജ്ജത്താകുന്ന രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. وأسأل الله أن يجعل لها القبول. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ويجعلها ذخرا يوم الدين إنه أرحم الراحمين. പരലോകത്ത് അതൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു തആല തീർക്കുമാറാകട്ടെ. نعم.